हरि ओम। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ഹരി ഓം. ബ്രഹ്മസൂത്രത്തിൻ്റെ നാലാമത്തെ സൂത്രം, അതിൻ്റെ ഭാഷ്യം ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ നൽകിയിട്ടുള്ള ഭാഷ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നച തദ്ഗതാനാം പദാനാം ബ്രഹ്മസ്വരൂപ വിഷയെ നിശ്ചിത്തെ സമന്വയെ അവഗമ്യമാനെ അർത്ഥാന്തരകൽപ്പനായുക്ത ശ്രുതഹാന്യ ശ്രുതകൽപ്പനാ പ്രസംഗാത്. ഇത് വരെ പൂർവപക്ഷമായ മീമാംസകർ നൽകിയിട്ടുള്ള എതിർപ്പ്, അറിയിച്ചിട്ടുള്ള എതിർപ്പ് ഒക്കെ തന്നെ ഇവിടെ അതിന് ഉത്തരം കൊടുക്കുന്നു ആചാര്യദേവൻ. നച തദ്ഗതാനാം പദാനാം, നച അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. എങ്ങനെ? തദ്ഗതാനാം പദാനാം, അതായത് തദ്ഗതാനാം അതിലുള്ള, ഇവിടെ ഉദ്ദേശിക്കുന്നത് വേദാന്തത്തിൽ ഉള്ള എന്നാണ്. വേദാന്തത്തിലെ, വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് ഗ്രന്ഥങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തദ്ഗതാനാം അതായത് ഉപനിഷത്തുകളിലെ പദാനാം ഉള്ള വാക്കുകൾ ബ്രഹ്മസ്വരൂപ വിഷയെ, ബ്രഹ്മൻ്റെ സ്വരൂപത്തിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ്. ബ്രഹ്മൻ്റെ സ്വരൂപത്തിനെ വിശദീകരിക്കുന്ന വാക്കുകളാണ്. അതാണ് ആ വാക്കുകളുടെ വിഷയം. ബ്രഹ്മൻ്റെ സ്വരൂപമാണ് ആ വാക്കുകളുടെ വിഷയം. നിശ്ചിതേ സമന്വയെ, ആ വാക്കുകളുടെ വിഷയം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിയിൽ, നിശ്ചിതേ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ആ വാക്കുകളുടെ ശരിയായ അർത്ഥം, ആശയം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം സമന്വയെ, ആ വാക്കുകൾ ബ്രഹ്മൻ ആത്മാവാണ്, ആത്മാവാണ് ബ്രഹ്മൻ, ബ്രഹ്മനും ആത്മാവിനും ഒന്നും വ്യത്യാസം തന്നെ ഇല്ല എന്നുള്ള ആശയമാണ് ആ വാക്കുകളിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ സമന്വയെ, യോജിപ്പ്, പൊരുത്തം, ഉപനിഷത്ത് വാക്കുകളിലും അതിൻ്റെ ഉദ്ദേശത്തിനും ഉള്ള പൊരുത്തം, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവഗമ്യമാണ്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ അർത്ഥാന്തര കൽപ്പന, അർത്ഥം, അന്തര വേറൊരു കൽപ്പന, കൽപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ബ്രഹ്മനാണ് വേദാന്ത വാക്യങ്ങളുടെ അർത്ഥം, ഉദ്ദേശം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവിടെ വേറെ ഒരു അർത്ഥം കൽപ്പിക്കുന്നത് യുക്ത നായുക്ത, അത് ശരിയല്ല. കാരണം ഈ വാക്യത്തിൻ്റെ മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്, നച്ച തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നച്ച തദ്ഗതാനാം പദാനാം, ആ ന. അപ്പോൾ എന്തുകൊണ്ടാണ് ശരിയല്ലാത്തത്?
അവിടെ ആ വാക്യത്തിന് എന്തുകൊണ്ടാണ് വേറെ ഒരു അർത്ഥം കൽപ്പിക്കാൻ പറ്റാത്തത്? കാരണം അങ്ങനെ ചെയ്താൽ ആ വാക്യങ്ങൾക്ക് വേറൊരു അർത്ഥം കൽപ്പിച്ചാൽ ശ്രുതഹാനി ശ്രുതിയിൽ പറഞ്ഞിട്ടുള്ള അർത്ഥം അത് നമ്മൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള അവസ്ഥയാവും. ശ്രുതിഹാനി, അല്ലെങ്കിൽ ശ്രുതിയിൽ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രത്യക്ഷമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിനെ നിരസിക്കുന്നു എന്നുള്ള അവസ്ഥയാവും. അങ്ങനത്തെ ഒരു അവസ്ഥ നല്ലതല്ല. കാരണം ശ്രുതി ആണ് അടിസ്ഥാന ഗ്രന്ഥങ്ങൾ. ശ്രുതി വേദങ്ങളാണ് അടിസ്ഥാന ഗ്രന്ഥങ്ങൾ. അപ്പോൾ അതുകൊണ്ട് വേദങ്ങളെ നിരസിക്കുന്ന ഒരു അവസ്ഥയും ശരിക്കും അത് പാടില്ല. അത് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ശ്രുതി ഹാനി എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് തെറ്റാവും, അല്ലെങ്കിൽ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അനുകരിക്കാത്ത ഒരു അവസ്ഥയാവും. വേദങ്ങളിലുള്ള നിർദ്ദേശങ്ങളെ അനുകരിക്കാത്ത ഒരു അവസ്ഥയാവും. അതൊരിക്കലും പാടില്ല എന്നുള്ളതാണ്. അശ്രുത കൽപ്പന പ്രസംഗാത്. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രഹ്മനാണ് വേദങ്ങളിൽ, വേദാന്ത വാക്യങ്ങളിൽ, ഉപനിഷത് വാക്യങ്ങളുടെ വിഷയം എന്നുള്ളത് എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെ ഒരു അർത്ഥവും അവിടെ കൽപ്പിക്കാൻ പറ്റില്ല എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം അങ്ങനെ വേറൊരു അർത്ഥം അവിടെ കൽപ്പിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം വേറെ ഒന്ന് എന്ന് നമ്മൾ സ്വീകരിച്ചെങ്കിൽ പിന്നെ ശ്രുതഹാനി, വേദങ്ങളിലെ ശ്രുതഹാനി, അത് വേദങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നുള്ള ഒരു പ്രശ്നം വരും. അശ്രുത കൽപ്പന മാത്രമല്ല, വേദങ്ങളിൽ പറയാത്ത കാര്യങ്ങൾ കൽപ്പിച്ചു, അത് നമ്മൾ തന്നെ കൽപ്പിച്ചു എന്ന് ഉള്ള വേറൊരു പ്രശ്നവും വരും. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് പ്രശ്നങ്ങളും ഒഴിവാക്കാൻ ഒരു വഴി വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഈ വേദാന്ത വാക്യങ്ങൾ, ഉപനിഷത് വാക്യങ്ങളോടാണ് പ്രശ്നം. അപ്പോൾ ഈ ഉപനിഷത് വാക്യങ്ങൾ, ആ വാക്യങ്ങളുടെ വിഷയം ബ്രഹ്മൻ തന്നെയാണ് എന്ന്, കാരണം പ്രത്യക്ഷമായി പല സ്ഥലത്തും പറയുന്നുണ്ട്, അയമാത്മാ ബ്രഹ്മ, സർവം കൽവിതം ബ്രഹ്മ എന്നൊക്കെ. അപ്പോൾ ബ്രഹ്മൻ തന്നെയാണ് വേദാന്ത വാക്യങ്ങളുടെ, ഉപനിഷത് വാക്യങ്ങളുടെ വിഷയം എന്നുള്ളത് ഉറപ്പാകുന്നുണ്ട്. അപ്പോൾ വേദാന്ത വാക്യങ്ങളുടെ വിഷയം വേറെ എന്തോ ഒന്നാണ് എന്ന് നമുക്കിവിടെ പറയാൻ കഴിയില്ല. കാരണം അത് ശ്രുതിയിൽ പ്രത്യക്ഷമായി വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വേദങ്ങളുടെ ഉദ്ദേശം, ഉപനിഷത്തുകളുടെ ഉദ്ദേശം ബ്രഹ്മൻ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ സ്വരൂപം എന്താണോ അത്, ആ സ്വരൂപത്തിനെ മനസ്സിലാക്കുന്നത് തന്നെയാണ് വേദാന്ത വാക്യങ്ങളുടെ ഉദ്ദേശം. അപ്പം അതുകൊണ്ട് യുക്ത, അത് ശരിയാണ്, ഉചിതമാണ്. ഇങ്ങനെ മനസ്സിലാക്കുന്നത് അർത്ഥാന്തര കൽപ്പന നയുക്ത, വേറൊരു അർത്ഥം വേദാന്ത വാക്യങ്ങളിൽ കൽപ്പിക്കുന്നത് നയുക്ത, അത് ശരിയല്ല, ഉചിതമല്ല, അനുചിതമാണ്. ഇവിടെ ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ എല്ലാ എതിർപ്പിനെയും നിരസിക്കുകയാണ്. എന്തിനാണ് നിരസനം ചെയ്യുന്നത്, എന്തിനാണ് നിരസിക്കുന്നത് എന്നുള്ളതിനും വിശദീകരണവും കാരണങ്ങളും നൽകുന്നു. എന്തിനാണ്
വേദാന്ത വാക്യങ്ങളെ ബ്രഹ്മൻ്റെ നിലനിൽപ്പ് നമുക്ക് പറഞ്ഞു തരുന്ന വാക്യങ്ങളാണ് എന്ന് എന്തുകൊണ്ടാണ് അത് സ്വീകരിക്കാത്തത് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ പറയുന്നത്. വേദാന്ത വാക്യങ്ങൾ ബ്രഹ്മനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ എന്ത് പ്രശ്നമാണ് വരുന്നത് എന്നുള്ളതും ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നു. എല്ലാവിധ എതിർപ്പുകളും ഇവിടെ നിരസിക്കപ്പെടുകയാണ്. അപ്പോൾ ആദ്യത്തെ എതിർപ്പ് എന്തായിരുന്നു? ആദ്യത്തെ എതിർപ്പ് ബ്രഹ്മൻ അല്ല വേദാന്ത വാക്യങ്ങളുടെ, ഉപനിഷത് വാക്യങ്ങളുടെ ഉദ്ദേശം, വിഷയം എന്നായിരുന്നു ആദ്യത്തെ എതിർപ്പ്. രണ്ടാമത്തെ എതിർപ്പ് എന്താണ്? വേദാന്ത വാക്യങ്ങളിലെ കർമ്മങ്ങൾ ചെയ്യാൻ, വേദകർമ്മങ്ങൾ ചെയ്യാൻ സഹായകമായ കാര്യങ്ങളാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ബ്രഹ്മനെ മനസ്സിലാക്കി കൊടുക്കുന്ന വാക്യങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നച തേഷാം കർത്തൃദേവതാദി സ്വരൂപപരത അവസീയത്തെ തത് കേന കം പശ്യേത് ഇത്യാദി ക്രിയാകാരക ഫല നിരാകരണ ശ്രുതേ. നച തേഷാം, അവയിൽ, അതായത് ഉപനിഷത് വാക്യങ്ങളിൽ, കർത്തൃദേവതാദി സ്വരൂപപരത അവസീയത്തെ, ആ വാക്യങ്ങളെ കർത്തൃദേവതാദി സ്വരൂപപരത, ആ വാക്യങ്ങളുടെ സ്വഭാവം, ആ വാക്യങ്ങൾ കർത്തൃദേവതാദി സ്വരൂപം, ആരുടെ സ്വരൂപം? കർത്താവ്. ഒരു വേദയജ്ഞത്തിന് ആവശ്യമുള്ള ഒരു കർത്താവ് ആരാണോ ആ വേദയജ്ഞത്തിനെ നിർവഹിക്കാൻ പോകുന്നത്, ആ വ്യക്തിനെ കുറിച്ചും, കർത്തൃദേവതാദി, ഈ യജ്ഞം ആർക്കാണോ സമർപ്പിക്കുന്നത് ആ ദേവന്മാരിനെ കുറിച്ചും, സ്വരൂപപരത, അവരുടെ സ്വരൂപത്തിനെ കുറിച്ച്, ഈ കാര്യങ്ങളുടെ സ്വരൂപത്തിനെ കുറിച്ച്, അതായത് കർത്തൃ ആരാണ് വേദത്തിൽ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ദേവത ഏത് ദേവന്മാർക്കാണ് ഇത് സമർപ്പിക്കാൻ പോകുന്നത്, ആദി, ഇങ്ങനെ ആ വേദകർമ്മങ്ങളുടെ ബന്ധമുള്ള പല കാര്യങ്ങൾ അതിനെ വ്യക്തമായി പറയുന്ന വാക്യങ്ങളാണ്. അല്ലെങ്കിൽ അതിനങ്ങനെ ചില വാക്യങ്ങൾ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അവ ശരിക്കും ബ്രഹ്മനല്ല ആ വേദാന്ത വാക്യങ്ങളുടെ ഉദ്ദേശം. പക്ഷേ വേദകർമ്മങ്ങൾക്ക് ആവശ്യമുള്ള ഇങ്ങനത്തെ കാര്യങ്ങളെ നമുക്കറിയിക്കുന്നതാണ് അതിൻ്റെ ഉദ്ദേശം എന്നാണ് എതിർപ്പ് അറിയിച്ചത്. അപ്പോൾ അതിന് മറുപടി ഇതാണ് കൊടുക്കുന്നത്. അങ്ങനെ വേദാന്ത വാക്യങ്ങൾ കർത്താവ്, ദേവന്മാർ എന്നുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അവസീയത്തെ തീരുമാനിക്കുന്നു, അവസീയത്തെ തീരുമാനിക്കാൻ കഴിയില്ല. തത്, എന്തിനാണ് അങ്ങനെ? കാരണം ആ ഉപനിഷത് വാക്യങ്ങളിൽ തന്നെ, വേദാന്ത വാക്യങ്ങളിൽ തന്നെ ഇതിങ്ങനെ സംഭവമല്ല എന്നുള്ളത് വ്യക്തമായി നമുക്ക് പറയുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് പറയുന്നത്? തത് കേന കം പശ്യേത്, ബൃഹദാരണ്യക ഉപനിഷത്തിൽ വരുന്ന ഒരു വാക്കാണ് തത് കേന കം പശ്യേത്. അപ്പോൾ തത് കേന കം പശ്യേത്,
അത് ആര് എങ്ങനെയാണ്, എന്ത് ഉപകരണങ്ങൾ കൊണ്ടാണ്, ആരിനെയാണ് നോക്കുന്നത്? അതായത് കേന ഏത് ഉപകരണങ്ങൾ കൊണ്ടാണ്, എങ്ങനെയാണ്, എന്താണ് അതിന് വഴി. കം പശ്യേത് ആരിനെയാണ് പശ്യേത് നോക്കുന്നത്. ഇത്യാദി ക്രിയാ ആകാര ഫല നിരാകരണ ശ്രുതേഹേ. ഇത്യാദി ക്രിയാകാരക ഫല നിരാകരണ ശ്രുതേഹേ. അപ്പോൾ ബൃഹദാരണ്യക ഉപനിഷത്തിലുള്ള ഈ വാക്ക് എന്താണ് പറയുന്നത്? നമുക്ക് ശരിക്കും ആരാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ചെയ്യുന്നത്, ഈ മൊത്ത പ്രപഞ്ചത്തിൻ്റെ യജ്ഞം എങ്ങനെയാണോ നടത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ആത്മാവിന് അതിനെ ആത്മാവുടെ എങ്ങനെയാണത് കാണുന്നത്, ബ്രഹ്മൻ എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ആരാണ് നടത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യം ഉപനിഷത്ത് ചോദിക്കുന്നത്, തത് കേന കം പശ്യേത്. അപ്പോൾ അവിടെ ഏത് വഴിയാണ്, അതായത് ഏത് ഉപകരണങ്ങൾ ഉപയോഗിച്ചു കൊണ്ടാണ് നോക്കുന്നത്, പിന്നെ കം പശ്യേത് ആരിനെയാണ് നോക്കുന്നത്. ഇത്യാദി ക്രിയാകാരക ഫല നിരാകരണ ശ്രുതേ. ഇത്യാദി എന്നിങ്ങനെ ക്രിയാകാരക ഫല നിരാകരണ ശ്രുതേ. ഒരു ക്രിയയിനെയും ആ ക്രിയ ചെയ്യാനുള്ള ഉപകരണങ്ങൾ, വഴി, ക്രിയാകാരക ഫല നിരാകരണ. പിന്നെ ആ കർമ്മം, വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മം, അത് ചെയ്താൽ കിട്ടുന്ന ഫലം, ഈ എല്ലാറ്റിനെയും നിരാകരണ ശ്രുതേഹേ, ശ്രുതി അതായത് വേദം നിരാകരിക്കുന്നു. എന്തുകൊണ്ടാണ് നിരാകരിക്കുന്നത്? കാരണം യഥാർത്ഥത്തിൽ ബ്രഹ്മൻ മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന പ്രപഞ്ചം എല്ലാം തന്നെ ആ ബ്രഹ്മൻ മാത്രമേ ഉള്ളൂ. പ്രപഞ്ചമെല്ലാം തന്നെ ആ ബ്രഹ്മനിലെ അജ്ഞാനത്തിൻ്റെ ഒരു കളിയാണ്, അധ്യാസത്തിൻ്റെ കളിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നിരാകരണ ശ്രുതേഹേ, വേദത്തിൽ വരുന്ന വേദാന്ത വാക്യങ്ങൾ ഇങ്ങനെ ഒരു കർത്താവ്, കർമ്മം, പിന്നെ അതിൻ്റെ ഫലൻ, ഇതൊക്കെ എല്ലാം തന്നെ എല്ലാറ്റിനെയും നിരാകരിക്കുന്നു. കാരണം യഥാർത്ഥത്തിൽ ബ്രഹ്മൻ മാത്രമേ അനശ്വരമായിട്ടുള്ളൂ. മറ്റെല്ലാ കാര്യങ്ങളും നശ്വരമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മിഥ്യയാണ്. അത് ഇവിടെ ഉപനിഷത് വാക്യം നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് മീമാംസകർ അറിയിച്ച എതിർപ്പ്, വേദകർമ്മങ്ങളിലെ ആരാണ് ആ വേദകർമ്മത്തിനുള്ള ദൈവം, ആരാണ് അത് ചെയ്യാൻ പറ്റുന്നത്, കർത്താവ്, പിന്നെ ഏത് രീതിയിൽ ആ വേദയജ്ഞം ചെയ്യണം എന്നുള്ളതൊക്കെ നിരാകരിക്കപ്പെടുന്നു, എന്നുള്ളതൊക്കെ എല്ലാം തന്നെ ഇവിടെ നിരസിക്കപ്പെടുന്നു. അപ്പോൾ ആദ്യം
മീമാംസകർ എന്താ പറഞ്ഞത്? വേദങ്ങളിൻ്റെ ആ കർമ്മകാണ്ഡത്തിലെ കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേദാന്ത വാക്യങ്ങൾ ശരിക്കും ആ കർമ്മങ്ങളിൽ ആരാണ് ദൈവം, എങ്ങനെയാണ് യജ്ഞം ചെയ്യേണ്ടത് എന്നുള്ള അനുബന്ധ കാര്യങ്ങൾ, അതായത് സഹായകമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് അതിന് അർത്ഥം ഉള്ളത്, പ്രയോജനമുള്ളത് എന്ന് എതിർപ്പ് അറിയിച്ചു. അതങ്ങനെയല്ല എന്ന് ഇവിടെ ശങ്കരാചാര്യദേവൻ പറയുന്നു. എന്തുകൊണ്ട് അങ്ങനെയല്ല? കാരണം തത്കേന കം പശ്യേത്, അത് ആര് നോക്കി, എങ്ങനെ നോക്കി എന്നുള്ള ചോദ്യങ്ങളാണ് ഉപനിഷത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും കർത്താവ് എന്നുള്ള പറയുന്ന കാര്യങ്ങളിലൊന്നും ഇവിടെ പ്രസക്തി ഇല്ല. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.